തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമത്തിന് കാരണമായ ഉദ്യോഗസ്ഥതല പോരായ്മകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് സിപിഐഎം. പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വെടിക്കെട്ട് മാറ്റിവെക്കേണ്ടി വന്നതെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ പാർട്ടി കത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ആസ്പദമായ പരാതികൾ ലഭിക്കാത്തതിനാൽ അന്വേഷണമില്ലെന്നും പാർട്ടി കത്തിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. തൃശൂർ പൂരം പലവിധ കാരണങ്ങളാൽ നേരത്തെയും ചുരുക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂരം അലങ്കോലപ്പെടുത്താനുള്ള RSS ശ്രമത്തെ തുടർന്ന് വെടിക്കെട്ട് തന്നെ മാറ്റിവെക്കേണ്ടി വന്നത് ചരിത്രത്തിൽ ആദ്യമായാണെന്ന് പാർട്ടി കത്തിലൂടെ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി വിശദീകരിക്കുന്നു. ഉദ്യോഗസ്ഥതല പോരായ്മ പരിശോധിച്ച് കർശന നടപടി ഉണ്ടാകണമെന്നതാണ് പാർട്ടിയുടെ അഭിപ്രായമെന്നും സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കുന്നു. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച പരാതിയിൽ ഉടൻ നടപടി വേണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ ഉടൻ നടപടിയെടുക്കുന്നത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നതിനാൽ അന്വേഷണം നടത്തി കുറ്റക്കാരെന്ന് കണ്ടാൽ കർശന നടപടിയെന്നതാണ് പാർട്ടിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും സമീപനമെന്ന് പാർട്ടി കത്തിൽ വിശദീകരിക്കുന്നു. MR അജിത് കുമാറിനെതിരെ പരാതി ലഭിച്ച ഉടൻ തന്നെ നടപടിയെടുക്കണമെന്ന നിലപാടായിരുന്നു CPIയും RJDയും സ്വീകരിച്ചതെന്ന് പാർട്ടി കത്തിൽ പറയുന്നു. എന്നാൽ CPIഎമ്മിന്റെ നിലപാട് അംഗീകരിച്ചാണ് LDF മുന്നോട്ടു പോയത്. PV അൻവറിന്റെ പിന്നീടുള്ള മാറ്റം കൂടി പരിശോധിച്ചാൽ CPIഎം നിലപാട് ഏറ്റവും ശരിയായ രീതിയിലുള്ളതാണെന്ന് വ്യക്തമാകുമെന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ കത്തിൽ സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ക്ലീൻ ചീറ്റ് നൽകിയെന്ന് വ്യക്തമാക്കുന്നതുമാണ് പാർട്ടി കത്ത്. P ശശിക്കെതിരെ PV അൻവർ നൽകിയ പരാതിയിൽ തർക്കങ്ങളിൽ ഇടപെട്ട് പണം വാങ്ങുന്നു, സ്ത്രീകളോട് തെറ്റായ രീതിയിൽ സംസാരിക്കുന്നു എന്നിങ്ങനെ 2 ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 2 കാര്യത്തിലും ഒരു തരത്തിലുള്ള പരാതിയും പാർട്ടിയുടെ മുന്നിൽ ആരും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഒരു അന്വേഷണത്തിന് പ്രസക്തിയില്ലെന്ന് പാർട്ടി കത്തിലൂടെ CPIഎം സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കുന്നു. അൻവറിന്റെ ആരോപണങ്ങൾക്കെതിരെ P ശശി നിയമ നടപടി ആരംഭിച്ചതും കത്തിൽ സൂചിപ്പിക്കുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരായ അൻവറിന്റെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും സംസ്ഥാന കമ്മിറ്റി വിശദീകരിക്കുന്നു. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിച്ച മുഹമ്മദ് റിയാസ് ആ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നത്. അത് തമസ്കരിച്ചുകൊണ്ടാണ് റിയാസിനെതിരെ ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതെന്നും പാർട്ടി കത്തിൽ എടുത്തു പറയുന്നു. സംഘടനാ സമ്മേളനങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ നേതാക്കൾക്ക് അവബോധം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പാർട്ടി കത്തിന്റെ ഉള്ളടക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.